എടുത്ത് കാണിക്കുന്നുണ്ടോ? പ്രിയങ്കയ്ക്ക് ദേഷ്യം വന്നോ അവൾ ഇതുപോലെ കാണിക്കാറ് അല്ലേ? അമ്മ കണ്ടിട്ടില്ലേ? ഒന്ന് രണ്ട് വട്ടം അവൾ അടുക്കള വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആ കണ്ടിട്ടുണ്ട്. പത്മിനി, ദൈവം നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കുക. ഈശ്വര, പ്രിയങ്കയുടെ ആത്മാവ് വേറെന്തോ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അതിനി ഇവിടെയുള്ള ആരുടെയൊക്കെ ദേഹത്ത് കയറുമെന്ന് അറിഞ്ഞൂടാ. മോളെ രാധിക, നീങ്ങു പോരെ. വാ വാ. നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടത്തി. ഞാനേ കൽപ്പനയോട് ഒന്ന് സംസാരിക്കട്ടെ. അതെ, സൂക്ഷിച്ചു മതി. ആത്മാവിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചെറിയമ്മേ, എന്റെ ദേഹത്ത് ആ ആഭരണങ്ങൾ ആരെങ്കിലും കൊണ്ട് ഇട്ടതായിരിക്കും. ആര് കൊണ്ടുവന്ന് ഇടാനാ? അങ്ങനെ ആരെങ്കിലും വന്നാ നീ അതറിയില്ലേ? എന്തായാലും നിന്റെ ദേഹത്ത് അത് പൂട്ടിയിടാൻ പറ്റില്ല. പിന്നെ എന്ത് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കൽപ്പനെ, കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയങ്കയുടെ ആഭരണങ്ങൾ അണിഞ്ഞ് കൽപ്പന കിടന്നുറങ്ങുക. ഉർവശിയുടെ കൈ തട്ടി വീണ ഗ്ലാസിൽ നിന്നും രക്തം ഒഴുകുക. എന്താ ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുക? നോക്ക്, കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയും എന്തോ ഈ കുടുംബത്തിന് വരാനുണ്ട്. അതിന്റെ ദുസ്സൂചനകളായതൊക്കെ. ആദ്യം രാധികമോളുടെ ശരീരത്തില് പ്രിയങ്കയുടെ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെന്നായിരുന്നു.
അതിന് ഏറ്റവും കൂടുതൽ പിൻബലം കൊടുത്തത് കൽപ്പനയും ഉർവശിയുമായിരുന്നു. ഇപ്പൊ പ്രേതബാധ അവരുടെ ശരീരത്തിലായി. എന്താ പത്മിനി താൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാച്ച, അതെ, രാധികയുടെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവ് കയറിയിരിക്കുന്നു വിശ്വസിച്ചപ്പോ രാധികയെ ഇവിടുന്ന് മാറ്റി നിർത്താനല്ലേ തീരുമാനിച്ചത്. അന്ന് അതിന് ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ സപ്പോർട്ടായിരുന്നല്ലോ. ഇപ്പോ ആത്മാവ് അവരുടെ ശരീരത്തിലാ. രണ്ടുപേരും ഇവിടെ നിന്ന് പോട്ടെ. എന്തൊക്കെയാ നീ പറയുന്നേ? അവരിവിടുന്ന് ഇറക്കി വിടാനോ? ഓ, അപ്പൊ ഇവിടുന്ന് രാധികയെ ഇറക്കി വിടുന്നതിന് കുഴപ്പമില്ല. ഏട്ടത്തെയും ചെറിയമ്മയും ഇറക്കി വിടുന്നത് കുഴപ്പമാണ്. എനിക്കതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ലമ്മേ. ഈ രണ്ടുപേരും പ്രേതാത്മാക്കളെയും വഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിനകത്ത് നടന്ന മറ്റാർക്കും കുഴപ്പമുണ്ടാവില്ലെന്നാണോ? ഒരു ദുരന്തവും സംഭവിക്കില്ലെന്നാണോ? അമ്മയ്ക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളെ രണ്ടുപേരോട് ഇറങ്ങിപ്പോവാൻ. വരുൺ, അതിനൊന്നും നിൽക്കരുത്. കാര്യം തെറ്റ് ചെയ്തതിനാണ് ചന്ദ്രശേഖരൻ ജയിലിൽ കിടക്കുന്നതെങ്കിലും അവന്റെ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആളുകൾക്ക് വെറുതെ ആക്ഷേപങ്ങൾ പറയാൻ ഇടവരുത്തരുത്. പിന്നെ അതെങ്ങനെ പരിഹരിക്കാന്ന് അച്ഛൻ പറയുന്നത്? രാധികയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ തീരുമാനം തന്നെ മതി. പൂജാരിയെ വിളിക്കുക. എത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ തുടങ്ങുക.